ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഫബിൾ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. നമ്മളിന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടുവാർഡ്സ് എ 100-fold yield എന്ന് പറയുന്ന പാഠമാണ്. 100-fold എന്ന് വെച്ചാൽ 100 മേനി എന്നാണ് അർത്ഥം. yield എന്ന് പറഞ്ഞാൽ വിളവ്. അപ്പോൾ ടുവാർഡ്സ് എ 100-fold yield എന്ന് പറഞ്ഞാൽ 100 മേനി വിളവിലേക്ക് എന്നാണ് അർത്ഥം. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലേ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരിക്കും എന്ന്. ശരിയാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു വലിയൊരു ചാപ്റ്ററാണിത്. നമുക്ക് വളരെ ഈസിയായി പഠിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അവിടെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പെൺകുട്ടി ഒരു മാവിൻ തൈ നടുകയാണ്. കുറച്ച് ദൂരെയായി വലിയൊരു മാവിൽ ധാരാളം മാങ്ങകളും ഉണ്ട്. അപ്പം ഈ പെൺകുട്ടി മാവിൻ തൈ നടുമ്പോൾ മനസ്സിലൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നേ? When will my mango tree bear mangoes like that big tree? എന്നാണ് എൻ്റെ ഈ മാംഗോ ട്രീയിൽ ആ വലിയ മരത്തിലുള്ളത് പോലെ ധാരാളം മാംഗോസ് ഉണ്ടാവുകയെന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. അതിന് ആ വലിയ മരം ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്താ പറയുന്നേ? Have patience, your mango tree will also give you lots of mangoes within 8 to 10 years. ക്ഷമയോടെ കാത്തിരിക്കുക. ഒരു 8 മുതൽ 10 വർഷമൊക്കെ ആകുമ്പോഴേക്കും ഈ മാംഗോ ട്രീയും എന്നെപ്പോലെ ധാരാളം മാംഗോസ് നിനക്ക് തരും എന്നാണ് പറയുന്നത്. നമുക്കറിയാലേ, ഒരു മാംഗോ ട്രീ ഒക്കെ നട്ട് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ, 1, 2 അതിലധികമോ വർഷം കാത്തിരുന്നാലേ മാംഗോസ് കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ താഴെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്താ അത്? യു മേ ഹാവ് സീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാംഗോ ട്രീസ് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ചുറ്റുപാടും പരിസരത്തൊക്കെ ആയിട്ട് ധാരാളം മാംഗോ ട്രീസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? Ask the elders in your home how long it will take for the mango tree to grow and produce mangoes. ഒരു മാവിൻ തൈ വളർന്ന് മാംഗോസ് ഉണ്ടാവാൻ എത്ര സമയമെടുക്കുന്ന വീട്ടിലുള്ള മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത്. നമുക്കറിയാലേ, പലതരത്തിലുള്ള മാംഗോ ട്രീസ് ഉണ്ട്. 2-3 വർഷം കൊണ്ട് കായ്ക്കുന്നതുണ്ട്, ഒരുപാട് വർഷങ്ങളെടുത്ത് കായ്ക്കുന്നതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മാംഗോ ട്രീസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് കായ്ക്കുക, എത്ര വർഷം എടുത്തിട്ടാണെന്നൊക്കെ മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് വൈൽ പ്ലാന്റിങ് ആൻഡ് നർച്ചറിങ് എ മാംഗോ സാപ്ലിംഗ്? മാംഗോ സാപ്ലിംഗ് എന്ന് വെച്ചാൽ മാവിൻ തൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മാവിൻ തൈ നട്ട് അതിനെ വളർത്തി വലുതാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ആഗ്രഹങ്ങൾ, എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു മാവിൻ തൈ നടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കാര്യം? നമ്മൾ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഏതൊരു ചെടിയും നടുക അല്ലേ? അങ്ങനെയാണെങ്കിൽ മാവിൻ തൈ നടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എന്താ വരിക? നമുക്ക് പെട്ടെന്ന് തന്നെ മാങ്ങ കിട്ടണമല്ലേ? ഒരുപാട് കാലം കാത്തിരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടണം? ഈൽഡ് കിട്ടണം, വിളവ് കിട്ടണം. പിന്നെന്തായിരിക്കും? 1-2 മാങ്ങ കിട്ടിയാൽ മതിയോ? പോരാ, നമുക്ക് ധാരാളം വിളവ് വേണം. മോർ ഈൽഡ് വേണം അല്ലേ? ധാരാളം വിളവ് വേണം. പിന്നെന്തായിരിക്കും? പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു കാര്യം എന്തായിരിക്കും? കിട്ടുന്ന മാങ്ങ ഭയങ്കര പുളിപ്പുള്ളതാണെങ്കിൽ ഇഷ്ടമാവുമോ? ഇല്ല. അപ്പോൾ ഉണ്ടാവുന്ന മാംഗോസ് നല്ല ക്വാളിറ്റിയില്ല, നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാവണം അല്ലേ? അപ്പോൾ ഒരു മാവിൻ തൈ നടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ആൾ എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? ഷുഡ് ഗെറ്റ് എ ലോട്ട് ഓഫ് മാംഗോസ്. ധാരാളം മാംഗോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തേതോ, മസ്റ്റ് സ്റ്റാർട്ട് ഈൽഡിങ് അറ്റ് ദ ഏർലിയസ്റ്റ്. വിളവ് എങ്ങനെ കിട്ടിത്തുടങ്ങണം? നേരത്തെ തന്നെ കായ്ച്ചു തുടങ്ങണം. ഒരുപാട് കാലം കാത്തിരിക്കാനൊന്നും പറ്റില്ല, നേരത്തെ കായ്ക്കണം എന്നാണ് പറയുന്നത്. തേർഡ് വണ്ണോ, മാംഗോ ഷുഡ് ബി സ്വീറ്റ്. മാംഗോസ് എങ്ങനെയായിരിക്കണം? സ്വീറ്റ് ആയിരിക്കണം. ഒരുപാട് പുളിയുള്ള മാങ്ങയൊന്നും ഇഷ്ടമുണ്ടാവില്ല, സ്വീറ്റ് ആയിട്ടുള്ള മാംഗോസ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മാവ് നടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഷുഡ് ഗെറ്റ് എ ലോട്ട് ഓഫ് മാംഗോസ്. ധാരാളം മാംഗോസ് വേണം. സെക്കൻഡ് വൺ, മസ്റ്റ് സ്റ്റാർട്ട് ഈൽഡിങ് അറ്റ് ദ ഏർലിയസ്റ്റ്. നേരത്തെ വിളവ് കിട്ടി തുടങ്ങണം. ദെൻ മാംഗോ ഷുഡ് ബി സ്വീറ്റ്. മാംഗോസ് ഭയങ്കര സ്വീറ്റ് ആയിരിക്കണം. നമുക്കറിയാം, ഏതൊരു ചെടി നടുമ്പോഴും, മാവ് നടുമ്പോൾ മാത്രമല്ല അല്ലേ, ഏതൊരു ചെടി നടുമ്പോഴും നമുക്കിതുപോലെ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. മാവ് നടുമ്പോഴുള്ള ലക്ഷ്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി അവിടെ എന്താ ചോദിച്ചിരിക്കുന്നതെന്നറിയോ? ആർ ഇൻ അവർ ഗോൾസ് ദി സെയിം വൈൽ കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഓർ cereals too?
ഒരു ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, സീരിയൽസ് ആയിക്കോട്ടെ. സീരിയൽസ് എന്ന് വെച്ചാൽ ധാന്യങ്ങളാണ്. ഇതെല്ലാം നടുമ്പോഴും നമ്മുടെ ഗോൾസ് സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം തന്നെയാണ്. ആ ഗോൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷുഡ് ഈൽ ക്വിക്ക്ലി. ഫസ്റ്റ് വൺ എന്താണ്? ഷുഡ് ഈൽ ക്വിക്ക്ലി. നമുക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ വിളവ് കിട്ടണം. ദെൻ സെക്കൻഡ് വൺ ഈസ് മസ്റ്റ് ഈൽ പ്ലെൻറ്റി. ധാരാളം വിളവ് വേണം. കുറച്ച് വിളവൊന്നും കിട്ടിയാൽ പോരാ, ധാരാളം വിളവ് വേണം. മസ്റ്റ് ഈൽ പ്ലെൻറ്റി. ദെൻ ദ തേർഡ് വൺ ഈസ് ഈൽ ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. ഉണ്ടാവുന്ന വിളവ് അത് ഏതൊരു വിളവായിക്കോട്ടെ, ഫ്രൂട്ട് ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, സീരിയൽസ് ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഈൽഡ് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു പ്ലാന്റ് നടുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഗോൾസ് എന്തൊക്കെയാ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന 3 മെയിൻ പോയിന്റ്സ് ആണ്. ഷുഡ് ഈൽ ക്വിക്ക്ലി, മസ്റ്റ് ഈൽ പ്ലെൻറ്റി, ഈൽ ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. ഈ 3 കാര്യങ്ങളാണ് ഏതൊരു പ്ലാന്റ് നടുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഗോൾസ്. ഒരു പ്ലാന്റ് നടുമ്പോഴുള്ള ഗോൾസ് ഇപ്പം മനസ്സിലായി. ഇനി ഈ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് തിങ്സ് ആർ ടു ബി ടേക്കൻ കെയർ ടു അച്ചീവ് ദീസ്. ഇത് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗുഡ് സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന സീഡ് അല്ലെങ്കിൽ പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നടീൽ വസ്തുക്കളാണ്. നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സീഡ് അല്ലെങ്കിൽ പ്ലാന്റിംഗ് മെറ്റീരിയൽ നല്ലതായിരിക്കണം, എന്നാൽ മാത്രമേ നല്ല ഈൽഡ് കിട്ടുള്ളൂ. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊവൈഡ് ഫെർട്ടൈൽ സോയിൽ. നല്ല വളക്കൂറുള്ള മണ്ണ്. ഫെർട്ടൈൽ സോയിൽ എന്ന് വെച്ചാൽ വളക്കൂറുള്ള മണ്ണാണ്. നല്ല വളക്കൂറുള്ള മണ്ണിൽ മാത്രമേ നല്ല വിളവ് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും കൃഷി ചെയ്യാനായിട്ട് നല്ല ഫെർട്ടൈൽ സോയിൽ വേണം ചൂസ് ചെയ്യാൻ. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊവൈഡ് വാട്ടർ. ഏതൊരു പ്ലാന്റിനും ആവശ്യമായിട്ടുള്ള വെള്ളം ലഭ്യമാക്കി കൊടുക്കണം അല്ലേ? അപ്പോൾ വാട്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രൊവൈഡ് വാട്ടർ. ദെൻ ഫേവറബിൾ ക്ലൈമറ്റ്. ഏതൊരു ക്രോപ്പിനും വളരാൻ ആവശ്യമായിട്ടുള്ള കാലാവസ്ഥയും കൂടി വേണം അല്ലേ? അപ്പോൾ അനുകൂലമായ കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള വിളവുകൾ വേണം തിരഞ്ഞെടുക്കാനും കൃഷി ചെയ്യാനും. ക്ലൈമറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ദെൻ അടുത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യണ്ടേ? പ്രൊവൈഡ് സൺലൈറ്റ്. ഏതൊരു വിളവിനും വളരണമെങ്കിൽ സൂര്യപ്രകാശം അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലഭ്യമാക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഗുഡ് സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്, പ്രൊവൈഡ് ഫെർട്ടൈൽ സോയിൽ, പ്രൊവൈഡ് വാട്ടർ, പ്രൊവൈഡ് ഫേവറബിൾ ക്ലൈമറ്റ്, പ്രൊവൈഡ് സൺലൈറ്റ്. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ വേറെയും ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നല്ല വിളവ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഓർത്ത് വെക്കാനായിട്ടൊരു 3-4 പോയിൻറ്റ്സ് എഴുതി വയ്ക്കാം. ഓക്കെ, എന്ന് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഹാവൻ യു ഹേർഡ് ദ പ്രോവർബ് വിത്ത് ഗുണം 10 ഗുണം? വാട്ട് ഡസ് ഇറ്റ് മീൻ? വിത്ത് ഗുണം 10 ഗുണം എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? വിത്ത് നന്നായാലേ നല്ല ഗുണമുള്ള ചെടി ഉണ്ടാവുള്ളൂ എന്നല്ലേ? നമുക്കൊക്കെ അറിയാം, നല്ല ഗുണമുള്ള വിത്തന്നെ നല്ല ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. നല്ല ചെടിയിലെ നല്ല വിളവ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ മീനിങ്. ഇനി അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ആ പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് താഴെ കൊടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ക്വസ്റ്റ്യൻ? വേർ ആർ സീഡ്സ് ഫോംഡ്? വാട്ട് അബൌട്ട് ഫ്രൂട്ട്സ്? സീഡ്സ് എവിടുന്നാണ് ഉണ്ടാവുന്നതെന്ന്. ആ പിക്ചറിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു പ്ലാന്റ് ഉണ്ട് അല്ലേ? ഒരു പാവയ്ക്ക ചെടീൻ്റെ പ്ലാന്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല പഴുത്ത് പാകമായിട്ടുള്ളൊരു പാവയ്ക്ക കൊടുത്തിട്ടുണ്ട്. ദെൻ സീഡും കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വേർ ആർ സീഡ്സ് ഫോംഡ്? സീഡ്സ് എവിടുന്നാണ് ഉണ്ടാവുന്നേ? സീഡ്സ് ആർ ഫോംഡ് ഫ്രം ഫ്രൂട്ട്സ്. സീഡ്സ് എവിടുന്ന് ഉണ്ടാവുന്നേ? ഫ്രൂട്ട്സിലാണ് സീഡ്സ് ഉണ്ടാവുന്നത് അല്ലേ? വാട്ട് അബൌട്ട് ഫ്രൂട്ട്സ്? ഫ്രൂട്ട്സ് എവിടെയാണ് ഉണ്ടാവുന്നേ? ഫ്രൂട്ട്സ് പ്ലാന്റിൽ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്? നല്ല സീഡ് സെലക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അതിനായി നമുക്ക് തന്നിട്ടുള്ള ആ പിക്ചേഴ്സ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. എന്താ അവിടെ കൊടുത്തിരിക്കുന്നേ? ലുക്ക് അറ്റ് ദീസ് പ്ലാന്റ്സ്. വിച്ച് ഓഫ് ദീസ് പ്ലാന്റ് വുഡ് യു ചൂസ് ടു കളക്ട് സീഡ്സ് ഫ്രം? വൈ? എന്താ ചോദിച്ചിരിക്കുന്നേ? ഈ തന്നിട്ടുള്ളതിൽ ഏത് പ്ലാന്റ് ആണ് നിങ്ങൾ സീഡ് കളക്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പ്ലാൻ 1 ആണ് ചൂസ് ചെയ്യുക അല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ പ്ലാൻ 1 ചൂസ് ചെയ്തേ? പ്ലാൻ 2നെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാൻ 1ൽ മോർ ഈൽഡ് ഉണ്ട് അല്ലേ, കൂടുതൽ വിളവുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്തേ? പ്ലാൻ 1 ചൂസ് ചെയ്തേ. അപ്പം നമ്മൾ സീഡ് കളക്ട് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന പ്ലാന്റ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? മോർ ഈൽഡ് ഉള്ളതായിരിക്കണം, കൂടുതൽ വിളവ് തരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കണം. അത് നമുക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്കറിയാം, നമ്മൾ കൂടുതൽ വിളവുള്ള ഒരു പ്ലാന്റ് സെലക്ട് ചെയ്തു. ആ പ്ലാന്റിൽ ഒരൊറ്റ ഫ്രൂട്ടാണോ ഉണ്ടാവുക? അല്ല അല്ലേ? നമുക്കറിയാം, എ സിംഗിൾ പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ് മെനി ഫ്രൂട്ട്സ്. ഒരു സിംഗിൾ പ്ലാന്റിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട്സ് ഫ്രം വിച്ച് ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഷുഡ് ബി സെലക്റ്റഡ് ടു ഗെറ്റ് ഗുഡ് സീഡ്സ്? അങ്ങനെയാണെങ്കിൽ നല്ല സീഡ് കിട്ടാനായിട്ട് ഏത് സ്റ്റേജിലുള്ള ഫ്രൂട്ടാണ് സെലക്ട് ചെയ്യുക എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. Are the fruits formed at the initial and final stages of the lifespan of plants ideal for seed collection? എന്താ ചോദിച്ചിരിക്കുന്നേ? ഒരു പ്ലാന്റിൻ്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേജ്, ആദ്യഘട്ടത്തിലും അവസാന ഘട്ടത്തിലും ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് സീഡ് കളക്ഷന് നല്ലതാണോ എന്നാണ് ചോദിക്കുന്നേ. ഒരിക്കലും നല്ലതല്ല. നമ്മൾ ഒരു പ്ലാന്റിൻ്റെ ആദ്യഘട്ടത്തിലും അവസാന ഘട്ടത്തിലും ഉണ്ടാവുന്ന ഫ്രൂട്ട്സിനെ സീഡ് കളക്ഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യില്ല. കാരണം ഈ ഫ്രൂട്ട്സ് ക്വാളിറ്റി വളരെ കുറഞ്ഞതായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഒരു പ്ലാന്റിൻ്റെ മിഡിൽ ലൈഫ് സ്പാനിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ആയിരിക്കും. അതും പഴുത്ത് പാകമായിട്ടുള്ള ഫ്രൂട്ട് ആയിരിക്കണം. എപ്പോഴും വിത്തിനായിട്ട് നമ്മളൊരു പച്ചപ്പഴം തിരഞ്ഞെടുക്കുമോ? ഇല്ല. അപ്പം നമ്മൾ എപ്പോഴും പഴുത്ത് പാകമായിട്ടുള്ള മിഡിൽ ലൈഫ് സ്പാനിലുള്ള ഒരു ഫ്രൂട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Seeds should be collected from the ripened fruits produced during the middle of the plant's lifespan. ഒരു പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതഘട്ടമാണ്. ആ ലൈഫ് സ്പാനിൽ മിഡിലായിട്ട് ഉണ്ടായിട്ടുള്ള പഴുത്ത് പാകമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായി. ആദ്യത്തെ കാര്യം, മോർ ഈൽഡ് ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കണം. രണ്ടാമത്തേത്, ആ ഹെൽത്തി പ്ലാന്റിൽ ആ പ്ലാന്റിൻ്റെ ഒരു മിഡിൽ ലൈഫ് സ്പാനിൽ ഉണ്ടായിട്ടുള്ള ഫ്രൂട്ടായിരിക്കണം. അതും പഴുത്ത് പാകമായിട്ടുള്ള ഫ്രൂട്ടായിരിക്കണം. ഇനി നമുക്കറിയാം, ഒരു ഫ്രൂട്ടിൽ ഒരൊറ്റ സീഡാണോ ഉണ്ടാവുക? അല്ല, ഒരൊറ്റ സീഡ് മാത്രമുള്ള ഫ്രൂട്ടും ഉണ്ട്, ഒരുപാട് സീഡ്സ് ഉണ്ടാവുന്ന ഫ്രൂട്ട്സും ഉണ്ട് അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീ, ലേഡീസ് ഫിംഗർ, അതിലൊക്കെ ഒരു ഫ്രൂട്ടിൽ തന്നെ ഒരുപാട് സീഡ്സ് ഉണ്ടാവില്ലേ? ആ ഉണ്ടാവുന്ന സീഡ്സ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കുമോ? അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള സീഡ് സെലക്ട് ചെയ്യണം അല്ലേ? അങ്ങനെ ക്വാളിറ്റിയുള്ള സീഡ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. സെലക്ട് ദ ബെസ്റ്റ് സീഡ്സ് ഫ്രം ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. നമ്മളെപ്പോഴും നല്ല ബെസ്റ്റ് സീഡ് സെലക്ട് ചെയ്യാനായിട്ട് 4 ഫാക്ടേഴ്സ്, 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. അതെന്താണെന്നറിയോ? ഷേപ്പ്, വെയ്റ്റ്, സൈസ്, സീഡ് കോട്ട്. ഒരു സീഡിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് നമുക്കത് നല്ലതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അടുത്തത് വെയ്റ്റാണ്. ഒരു സീഡിൻ്റെ ഭാരം നോക്കിയിട്ട് നമുക്കത് നല്ലതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അടുത്ത കാര്യം സൈസാണ്. ഒരു സീഡിൻ്റെ വലിപ്പം നോക്കിയിട്ടും നല്ലതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഒരു സീഡ് കോട്ടാണ്. സീഡ് കോട്ട് എന്ന് വെച്ചാൽ സീഡിന് പുറത്തായിട്ട് കാണുന്ന ഒരു ആവരണമാണ്. അതിനാണ് സീഡ് കോട്ട് എന്ന് പറയുക. ആ സീഡ് കോട്ടിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടും നമുക്ക് നല്ല സീഡാണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. നമുക്കത് മനസ്സിലായി. ഒന്നും കൂടെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം,
മോർ ഈൽഡുള്ള ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം. സെക്കൻഡ് വൺ, ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. ഒരു പ്ലാന്റിൻ്റെ മിഡിൽ ലൈഫ് സ്പാനിൽ ഉണ്ടായിട്ടുള്ള ഫുള്ളി റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ആയിരിക്കണം. തേർഡ് വൺ, നല്ല ക്വാളിറ്റി ഉള്ള സീഡ് ആവണം. ആ ക്വാളിറ്റി ഉള്ള സീഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഷേപ്പ്, വെയ്റ്റ്, സൈസ്, സീഡ് കോട്ട്. അങ്ങനെയാണെങ്കിൽ സീഡ് കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു ബോക്സ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായത് നമുക്ക് കണ്ടെത്തി ടിക്ക് മാർക്ക് ചെയ്യാം. സീഡ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സാണ് താഴെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഫസ്റ്റ് പറയുന്നത്. പ്ലാന്റ് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. സീഡ് കളക്ഷന് വേണ്ടി ഒരു പ്ലാന്റ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ കറക്റ്റായിട്ടുള്ളത് മാത്രം നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ലോ ഈൽഡിങ് പ്ലാന്റ്. നമ്മൾ ഒരിക്കലും സീഡ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ലോ ഈൽഡിങ് പ്ലാന്റ് ചൂസ് ചെയ്യില്ല അല്ലേ. ദെൻ അടുത്ത കൊടുത്തിരിക്കുന്നത് ഹൈ ഈൽഡിങ് ആണ്. നമുക്കറിയാം സീഡ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹൈ ഈൽഡ് അല്ലെങ്കിൽ ധാരാളം വിളവുള്ള പ്ലാന്റാണ് ചൂസ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അടുത്തത് കൊടുത്തിരിക്കുന്നത് ഹെൽത്തി പ്ലാന്റ് ആണ്. നമ്മളിപ്പോഴും ഒരു ഹെൽത്തി പ്ലാന്റ് ആണ് ചൂസ് ചെയ്യാറ് അല്ലേ. അപ്പോൾ അതും കറക്റ്റാണ്. അടുത്തത് പറയുന്നത് ഇൻഫെക്റ്റഡ് പ്ലാന്റ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു അസുഖമുള്ള ഒരു ഡിസീസ് ഉള്ള പ്ലാന്റിനെ സീഡ് സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യില്ല. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് വൺ സ്റ്റെൻഡഡ് ഗ്രോത്ത്. അതായത് വളർച്ച മുരടിച്ച പ്ലാന്റ്സ് ഉണ്ടാവില്ലേ, അങ്ങനെ വളർച്ച മുരടിച്ച പ്ലാന്റ്സിന് നമ്മൾ സീഡ് സെലക്ട് ചെയ്യുമോ? ഇല്ല. അപ്പം നമ്മൾ ഒരു സീഡ് കളക്ട് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന പ്ലാന്റിന് 2 മെയിൻ ക്വാളിറ്റീസ് വേണം. ഫസ്റ്റ് വൺ എന്തായിരിക്കണം? ഹൈ ഈൽഡിങ് ആൻഡ് ഹെൽത്തി പ്ലാന്റ്. ഹൈ ഈൽഡ് ഉള്ള ഒരു ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം സീഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തത് നോക്കുന്നത് ഫ്രൂട്ട് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. സീഡ് കളക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് അടുത്തത് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. പ്ലാന്റിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പം അത് റോങ് ആണ്. അടുത്തത് ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. ഒരു പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ്റെ എൻഡിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട് അതും നമ്മൾ സെലക്ട് ചെയ്യാറില്ല അല്ലേ. അപ്പം അതും റോങ് ആണ്. ദെൻ അടുത്തത് എന്താണ്? ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദി മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. ഒരു പ്ലാന്റിൻ്റെ മിഡിലിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് അത് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അത് കറക്റ്റാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഫുള്ളി റൈപ്പൻഡ്, പഴുത്ത് പാകമായ ഫ്രൂട്ട്, അതും കറക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യുക. നോട്ട് റൈപ്പൻഡ്, പഴുക്കാത്ത ഒരു ഫ്രൂട്ടും നമ്മൾ സീഡ് കളക്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ സീഡ് കളക്ട് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന ഫ്രൂട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫുള്ളി റൈപ്പൻഡ് ഫ്രൂട്ട്. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ സീഡിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവണം അല്ലേ. ഒരു ഡെഫിനിറ്റ് ഷേപ്പ്, ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, അത് ശരിയാണ്. ഹാവ് നോർമൽ വെയ്റ്റ്, ഒരു നോർമൽ വെയ്റ്റ് ഉള്ള സീഡായിരിക്കണം. ഹാവ് ഡാമേജ് സീഡ് കോട്ട്, ഒരു ഡാമേജ് ആയിട്ടുള്ള സീഡ് കോട്ടുള്ള പ്ലാന്റ് നമ്മൾ എപ്പോഴെങ്കിലും ചൂസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ലൈറ്റ് വെയ്റ്റ്, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സീഡ് ചൂസ് ചെയ്യുമോ? ഇല്ല. അപ്പം അതും റോങ് ആണ്. അടുത്തത് എന്താ പറഞ്ഞിരിക്കണേ? നോർമൽ സൈസ്. നോർമൽ സൈസുള്ളൊരു സീഡും നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെഫിനിറ്റ് ഷേപ്പ് വേണം, നോർമൽ വെയിറ്റ് ആയിരിക്കണം, നോർമൽ സൈസ് ആയിരിക്കണം, സീഡ് കോട്ടും നോർമൽ ആയിരിക്കണം. ഡാമേജ് ആയിട്ടുള്ള സീഡ് കോട്ടുള്ളതൊന്നും നമ്മൾ ചൂസ് ചെയ്യില്ല. അപ്പോൾ ഒരു സീഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ. പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഫ്രൂട്ട് കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ ഫ്രൂട്ടിലെ സീഡ് കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റിയുള്ള സീഡിൽ നിന്നാണ് നല്ലൊരു പ്ലാന്റ് ഉണ്ടാവുക, എന്നാൽ മാത്രമേ ബെറ്റർ ഈൽഡ് ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ബെറ്റർ ഈൽഡ്. ബെറ്റർ ഈൽഡ് കിട്ടാൻ എപ്പോഴും ഗുഡ് ക്വാളിറ്റിയുള്ള സീഡ്സ് ആണ് ചൂസ് ചെയ്യുക. ഫോർ ദിസ് ദ റെസ്പെക്റ്റീവ് പ്ലാന്റ് ആൻഡ് ഫ്രൂട്ട് ഷുഡ് ഓൾസോ ഹാവ് ഗുഡ് ക്വാളിറ്റി. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റ് ചൂസ് ചെയ്തു, ആ പ്ലാന്റ് ചൂസ് ചെയ്തുകൊണ്ട് മാത്രം നല്ല ഈൽഡ് കിട്ടണമെന്നുണ്ടോ?
ഇല്ല, ക്വാളിറ്റി ഉള്ള പ്ലാന്റ് ആയിരിക്കണം, ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട് ആയിരിക്കണം, അതിൽ ക്വാളിറ്റി ഉള്ള സീഡായിരിക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു ഈൽഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു പ്ലാന്റ് നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലായി. ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ എങ്ങനെയാണ് നല്ലൊരു സീഡ് കളക്ട് ചെയ്യുക, നല്ല ഈൽഡ് കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.